നമ്മുടെ കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം തീരുമാനിക്കുന്നത് എപ്രകാരമാണ് എന്ന വളരെ പരിമിതമായ ഒരു ആലോചന നടത്തുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ വായിക്കുകയും എഴുതുകയും നിരന്തരം പറയുകയും ചെയ്തു പോരുന്ന ഒരാഫ്രിക്കൻ അനുഭവം, ആ അനുഭവത്തെ, അതായത് എഴുത്ത് കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ്, വരമൊഴി വികസിച്ച് വരുന്നതിന് മുമ്പ് പുസ്തകങ്ങളും ആ രീതിയിലുള്ള ചിട്ടയായ ചിന്തയും രൂപപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മനുഷ്യർ വികസിപ്പിച്ചെടുത്ത മനുഷ്യപ്പറ്റിൻ്റെ ഇനിയും എഴുതി പൂർത്തീകരിക്കപ്പെടാത്ത ഒരു മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോവിന് ആഫ്രിക്കയിലെ പ്രാദേശിക ഭാഷകളിൽ, ബാണ്ടു ഭാഷയിലൊക്കെ പറയുന്ന പേരാണ് ഉബുണ്ടു. അതേക്കുറിച്ചാണ് ആദ്യം ഞാൻ സൂചിപ്പിക്കുന്നത്. ഉബുണ്ടു വളരെയേറെ വിശകലനം ചെയ്യപ്പെടേണ്ട, വിശദീകരിക്കപ്പെടേണ്ട ഒരാശയമാണ്. ഈ ആശയം അവതരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കരുതുന്നത് പോലെ മനുഷ്യൻ്റെ വിപരീതം മൃഗമല്ല, മൃഗത്തിൻ്റെ വിപരീതം മനുഷ്യനുമല്ല. എന്നാൽ ഇത് രണ്ടിൻ്റെയും വിപരീതം അധിനിവേശമാണ്. ആ അധിനിവേശമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും ഇപ്പോൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് സമയം മുമ്പേ അവതരിപ്പിച്ച യുദ്ധഭീകരത എന്ന് വിളിക്കുന്നതിനേക്കാൾ കൃത്യം അധിനിവേശ ഭീകരത എന്ന് വിളിക്കുന്നതാണ്. ഏത് യുദ്ധത്തിലും അതിൻ്റേതായൊരു നൈതികതയുണ്ട്. സാർവദേശീയമായി യുദ്ധത്തെ സംബന്ധിച്ചുള്ള ചില നിയമങ്ങളുണ്ട്. എന്നാൽ അധിനിവേശത്തിന് നിയമങ്ങൾ ബാധകമല്ല. അത്തരത്തിലുള്ള അധിനിവേശമാണ്, ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യൻ്റെ വിപരീതം മൃഗമല്ല. മാത്രമല്ല, ചില മണ്ഡലങ്ങളിൽ മൃഗം മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്ന എത്രയോ ദൃശ്യങ്ങൾ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യൻ മൃഗത്തേക്കാൾ ചെറുതാവുകയും മൃഗം മനുഷ്യനേക്കാൾ വലുതാവുകയും ചെയ്യുന്ന ഒരു ദൃശ്യം നമുക്കിന്ന് കാണാൻ പറ്റും. അത് വിവരിക്കുന്നില്ല. അമർത്തി പറയുന്നത് മനുഷ്യൻ്റെ വിപരീതം മൃഗത്തിൻ്റെ വിപരീതവും അധിനിവേശമാണ്. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രശ്നമെന്ന് പറയുന്നത്. എന്നാൽ അധിനിവേശം, അതിൻ്റെ ആധിപത്യം മുറുക്കുന്നതിന് മുമ്പ് ലോകത്തിലെ എല്ലാ മനുഷ്യരും പൊതുവിൽ പങ്കുവച്ച സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരുപക്ഷെ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന നീതിയുടെയും സമാധാനത്തിൻ്റെയും, നീതി എന്ന മനുഷ്യജീവിതത്തിൻ്റെ ന്യൂക്ലിയസ്, മറ്റ് നിരവധി മൂല്യങ്ങളുണ്ടെങ്കിലും ആ മൂല്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നീതി നേതൃത്വം വഹിക്കണം. ജീവിതത്തിൻ്റെ നേതൃത്വം നീതിക്കായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്ന മറ്റ് മൂല്യങ്ങൾ നിലനിൽക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് നീതിയെക്കുറിച്ചുള്ള ഏറ്റവും ഉദാത്തമായ ഒരു ജനഭാവനയാണ് ഉബുണ്ടു. ഉബുണ്ടുവിനെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ വിവരണം ആദ്യം പറയാം. അതിത്രയേ ഉള്ളൂ. ഒരു പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ജീവിക്കുന്ന സകല മനുഷ്യരും എന്ന പരിമിതമായ അർത്ഥത്തിലല്ല, അധിനിവേശം സ്വാംശീകരിച്ച മനുഷ്യർ. അവിടെയാണ് നമ്മൾ സാമ്രാജ്യത്വം, കോർപ്പറേറ്റിസം, ഫാസിസം എന്നൊക്കെയുള്ള വാക്കുകൾ, ഇത് മൂന്നിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് അധിനിവേശമാണ്. അങ്ങനെ അധിനിവേശം സ്വാംശീകരിച്ച ഒരാൾ, ഒരു നരവംശാസ്ത്രജ്ഞൻ, നരവംശാസ്ത്രത്തെക്കുറിച്ച് തന്നെ നിലവിൽ വിമർശനങ്ങളുണ്ട്. അത് ഏഷ്യയിലെ, ആഫ്രിക്കയിലൊക്കെ മനുഷ്യരെ പഠനവസ്തുക്കളായിട്ട്, പൂർണ്ണ മനുഷ്യർ എന്നതിന് പകരം തങ്ങൾക്ക് പഠിക്കാനുള്ള അസംസ്കൃത പദാർത്ഥം എന്ന അർത്ഥത്തിൽ പരിഗണിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ മാറ്റിവെച്ചാലും, അങ്ങനെ ഒരു പടിഞ്ഞാറൻ അധിനിവേശ മാനസികാവസ്ഥയുള്ള ഒരാൾ ആഫ്രിക്കയിലെ മനുഷ്യർക്കിടയിലേക്ക് വരുന്നു. അയാളുടെ കയ്യിൽ ഒരു കൂട ചോക്ലേറ്റ് ഉണ്ട്. അദ്ദേഹം ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കെ കുറേ കുട്ടികൾ, ആഫ്രിക്കയിലെ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം, അവിടെയാണ് അധിനിവേശത്തിൻ്റെ പ്രവർത്തന രീതി. യുദ്ധപ്രഖ്യാപനമൊന്നുമല്ല, ആക്രമണമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചോക്ലേറ്റ് കൂട കുറേ ദൂരെ വെക്കും, നിങ്ങൾ കളിയൊക്കെ നിർത്തിയിട്ട് ആരാണോ ഓടിയിട്ട് ആദ്യം എത്തുന്നത് അവർക്ക് ഈ ചോക്ലേറ്റ് കൂട മുഴുവനും എടുക്കാം. സത്യത്തിൽ ഇതിൽ വളരെ സൗമ്യമായ
ഒരു അധിനിവേശത്തിൻ്റെ യുക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് 2026 പറഞ്ഞാൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാവില്ല. എന്നാൽ 2026 ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലും ഏഷ്യയിലൊന്നും അധിനിവേശം പിടിമുറുക്കിയിട്ടില്ലാത്തൊരു കാലത്ത് ജീവിച്ചൊരു ജനത, ആ ജനതയാണ് കളിക്കുന്ന ഈ കുട്ടികൾ. അവരെന്ത് ചെയ്തു എന്നറിയോ? അവർ ഈ അധിനിവേശ അന്വേഷകനെ അമ്പരപ്പിച്ചുകൊണ്ട് എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരേപോലെ ഓടി ആ ചോക്ലേറ്റ് കൂടെ എടുത്ത് ഒരേപോലെ പങ്കുവെച്ച് അവർ ആഹ്ലാദിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഈ അധിനിവേശകൻ ചോദിച്ചു, നിങ്ങളെന്താണ് ഓടി ഒരാൾ മുന്നിലെത്താതിരുന്നത്? എന്നാൽ നിങ്ങൾക്ക് ഈ കൂട ചോക്ലേറ്റ് മുഴുവനും ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞ ഉത്തരമാണ് ഉബുണ്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരും മുകളിലുമല്ല, ആരും താഴെയുമല്ല, ഞങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. ഇതവർ പറഞ്ഞതല്ല. കാരണം ഇത് പറയണമെങ്കിൽ ഇതിനെ എതിർക്കുന്ന ഒരാശയത്തെ അഭിമുഖീകരിക്കണം. അവരുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മിഠായി, ആ മധുരം അവരെല്ലാവരും പങ്കിട്ടെടുത്തു. ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ മുഴുവൻ ഭാഷകളിലും സത്യത്തിൽ ഈ മനുഷ്യപ്പറ്റിൻ്റെ ഇനിയും എഴുതി പൂർത്തീകരിക്കാത്ത, ഇടയ്ക്ക് മുറിവേറ്റ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. അത് മുറിപ്പെടുത്തിയത് അധിനിവേശമാണ്. ആ അധിനിവേശത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് ഞാനിനി പറയുന്നത്. ഒരുപക്ഷെ യുദ്ധത്തെക്കുറിച്ചൊക്കെ സമകാലീന അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാം. പലരും നമ്മുടെ ഓർമ്മശക്തി വളരെ കുറവായതുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവ്യക്തതയാണ്. 2015 ബറാക്ക് ഒബാമ ഇറാനുമായിട്ട് ആണവ കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാറിനെതിരെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉന്നയിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇറാൻ്റെ ആണവായുധങ്ങളല്ല, അല്ലെങ്കിൽ ആണവായുധ മണ്ഡലത്തിൽ ഇറാൻ നടത്തുന്ന പരീക്ഷണമല്ല അവരുടെ പ്രശ്നം. ഇറാനെ സമ്പൂർണമായി നിരായുധീകരിക്കുക. അല്ലെങ്കിൽ എന്തിനാണ് ഒരു 11 കൊല്ലം മുമ്പ് ബരാക്ക് ഒബാമയുമായി ഈ ഒരു കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിനെ ഉയർത്തിപ്പിടിക്കുകയല്ലേ വേണ്ടത്? അവിടെയാണ് ഇതിലെ അധിനിവേശത്തിൻ്റെ പ്രവർത്തന പദ്ധതി സാധാരണ മാനവിക കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഇതുമാത്രമല്ല, 2025 12 ദിവസം യുദ്ധം നടന്നു. അന്ന് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും പറഞ്ഞത് ഇറാനെ പൂർണ്ണമായും തകർത്ത് കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ 8 മാസം കഴിഞ്ഞ് വീണ്ടും എന്തിനാണ് ഈ അധിനിവേശം എന്ന ചോദ്യം വരും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഉബുണ്ടു എന്ന് പറയുന്ന മാനവികതയുടെ ഒരു കാഴ്ചപ്പാടും മനുഷ്യപ്പറ്റിൻ്റെ ഒരു നിലപാടും മനുഷ്യനും പ്രകൃതിക്കും മൃഗങ്ങൾക്കും മൂല്യങ്ങൾക്കും എല്ലാം എതിര് നിൽക്കുന്ന, എല്ലാറ്റിനും മുകളിലും ആധിപത്യം സ്ഥാപിക്കുന്ന അധിനിവേശവും അവിടെ നിന്നാണ് അന്വേഷണം. അതുകൊണ്ട് അതിന് ഒരാമുഖമായിട്ട് ഹെർഡറുടെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാനിത് എഴുതിയിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇത് പുതിയ കാലത്തിന് അഭിമുഖമായി വീണ്ടും പറയപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആഫ്രിക്കക്കാരുടെ, ഏഷ്യക്കാരുടെ, ലോകത്തെങ്ങുമുള്ള മനുഷ്യൻ്റെ പാരസ്പര്യത്തിൻ്റെ പാലം താനേ പൊളിഞ്ഞതല്ല, അത് പൊളിച്ചടുക്കിയതാണ്. അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് വിപണിവൽക്കരണമാണ്. വിപണിവൽക്കരണം എന്നുള്ളത് അധിനിവേശത്തിൻ്റെ പുതിയ സൈന്യമാണ്. 4 മനുഷ്യത്വ വിരുദ്ധ മുദ്രാവാക്യമാണ് അത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രീഡ് അല്ലെങ്കിൽ ആർത്തി എന്ന് പറയുന്നതാണ്. 2 ഹെഡണിസം, ആനന്ദവാദം. ആനന്ദവാദം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു ഉത്തരവാദിത്തമില്ല. ചവിട്ടി നിൽക്കുന്ന മണ്ണ്, തലക്കു മുകളിലെ അനന്തവിസ്തൃതമായ ആകാശം, തഴുകി കടന്നു പോകുന്ന കാറ്റ്, സൗഹൃദം, ബന്ധങ്ങൾ, സ്നേഹം, മൂല്യങ്ങൾ, ഒന്നുമായിട്ടും ഒരു ബന്ധവുമില്ല.
ആനന്ദമല്ല. ആനന്ദം മനുഷ്യജീവിതത്തിൻ്റെ അവകാശമാണ്. എന്നാൽ ആനന്ദവാദം എന്ന് പറയുന്നത് എല്ലാ മൂല്യങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കൊന്ന് കുഴിച്ചുമൂടി ആ ശ്മശാനത്തിൽ ചവിട്ടുന്ന ആഭാസ നൃത്തത്തിൻ്റെ പേരാണ് ഹെഡണിസം അഥവാ ആനന്ദവാദം. അതുകൊണ്ട് ആനന്ദവാദത്തിൻ്റെ ഗ്രീഡ് എന്ന് പറയുമ്പോൾ അതിനെ ഒറ്റ വാചകത്തിൽ ബോട്ടംലെസ് പിറ്റ്, ഏത് ആഴമുള്ള കുഴിക്ക് ഒരടി ഉണ്ടാവും, എന്നാൽ അടിയില്ലാത്ത ആഴം മാത്രമുള്ള, സത്യത്തിൽ ഇതൊന്നും നമ്മുടെ ഭാവനയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. നമ്മളൊരു കുഴിയെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ എത്ര ആഴുണ്ടെങ്കിലും അതിനൊരു അടിയുണ്ട് എന്ന് നമ്മൾ കരുതും. എന്നാൽ അടിയില്ലാത്ത കുഴികൾ, ബോട്ടംലെസ് പിറ്റ്, അങ്ങനെയുള്ള ഗ്രീഡ്, ഇത് പഴയ മാർക്കറ്റല്ല. പഴയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിനും ഉപഭോഗത്തിനും ഇടയിലുള്ള ഒരിടം, സ്പേസാണ്. എന്നാൽ പുതിയ മാർക്കറ്റ് എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെ സൈന്യമാണ്. അത് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരിടമല്ല, നമ്മുടെ ജീവിതത്തെ മൂല്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒന്നായിട്ടത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ കാഴ്ചപ്പാട് പ്രകടമാക്കുന്ന ഹർഡറുടെ ഒരു പഴയ കഥയാണിത്. പക്ഷേ ഇത് പുതിയ കഥയുമാണ്. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ രണ്ടെണ്ണം: നീതി, അതോടൊപ്പം സമാധാനം. നമ്മുടെ ചരിത്രഘട്ടം, ഒരുപക്ഷെ നമ്മുടെ ചരിത്രഘട്ടം മാത്രമല്ല, ഏത് ചരിത്രഘട്ടത്തെയും ചൈതന്യ നിർഭരമാക്കുന്ന അതിമഹത്തായ രണ്ട് മുദ്രാവാക്യങ്ങളാണ്. മറ്റെന്തുണ്ടായാലും ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ, ഈ രണ്ട് മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അതോടെ നമ്മുടെ ജീവിതം വരണ്ടു പോകും. അതുകൊണ്ട് ഹർഡർ എഴുതിയ ആഫ്രിക്കൻ ജനതയെക്കുറിച്ചുള്ള ഉബുണ്ടു എന്ന മനുഷ്യപ്പറ്റിനെ ആഘോഷിക്കുന്നൊരു കഥ വളരെ സംക്ഷിപ്തമായിട്ട്, അതിൻ്റെ സൗന്ദര്യമൊക്കെ ചോർന്നു പോകും. പക്ഷേ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിലെനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ അത് ഒതുക്കി പറയുകയാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നമ്മൾ ട്രംപ് ദ ഗ്രേറ്റ് എന്ന് പറയും പോലെ തന്നെയാണ്. പണ്ട് നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ഗ്രേറ്റ് എന്ന് പറയുന്നതൊക്കെ എത്ര മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, എത്ര സ്ഥലം വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എന്തൊക്കെ കൊള്ളരുതായ്മകൾ കാണിച്ചിട്ടുണ്ട്. അധിനിവേശം, അതിനെയാണ് ഗ്രേറ്റ് എന്ന് പലപ്പോഴും അടയാളപ്പെടുത്തിയത്. അങ്ങനെ അലക്സാണ്ടർ ഒരുപാട് വെട്ടിപ്പിടുത്തം നടത്തിയാൽ തൻ്റെ രാജകീയ പ്രതാപങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വേഷപ്രച്ഛന്നനായിട്ട്, രാജാവാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആഫ്രിക്കൻ ജനത അദ്ദേഹത്തിന് സമ്മാനം നൽകി സ്വീകരിക്കുകയാണ്. അത്ഭുതകരമായ കാര്യമാണ്. സമ്മാനം നൽകുകയാണ്. അപ്പോൾ ഈ രാജാവ് തെറ്റിദ്ധരിച്ചു, ഞാൻ രാജാവാണെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് ഇവർ സമ്മാനം നൽകുകയാണ്. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. അത് ഏത് അപരിചിതർ വന്നാലും അവരെ ഗോത്രത്തിലേക്ക്, അവരുടെ കൂട്ടായ്മയിലേക്ക് ചേർക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു തങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന മനുഷ്യർക്ക് നൽകിക്കൊണ്ടാണ്. അതനുസരിച്ചാണ് അവർ അലക്സാണ്ടർക്കും ഈ സമ്മാനം നൽകിയത്. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, അധിനിവേശം, അഹന്ത, ഞാൻ നിങ്ങളുടെ സമ്മാനം സ്വീകരിക്കാൻ വന്നതല്ല. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അതാണ് അധിനിവേശത്തിൻ്റെ മൂന്നാമത്തെ അഹന്ത. നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വന്നതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സിവിലൈസേഷൻ മിഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിക്കാൻ പറഞ്ഞ ന്യായം ഇവിടുത്തെ ജനങ്ങൾക്കൊരു വിവരവുമില്ല, ഇവരെ വിജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. ഇതിനാണ് സിവിലൈസേഷൻ മിഷൻ എന്ന് പറയുന്നത്. വൈറ്റ് മാൻസ് ബേർഡൻ, വെള്ളക്കാരൻ്റെ ഭാരം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അധിനിവേശകരാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും അധികാരികൾ. അവരുടെ ജീവിതമാണ്, അവരുടെ നിറം വെളുപ്പ്, മികച്ച നിറം, അവരുടെ ഭാഷ ഇംഗ്ലീഷ്, മികച്ച ഭാഷ, അവരുടെ ഭക്ഷണ രീതി അത് മികച്ചത്, അവർ മികച്ചത്, മറ്റുള്ളതൊക്കെ മ്ലേച്ഛം, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഗംഭീരം, മറ്റതൊക്കെ അപരിഷ്കൃതം, പരിഷ്കരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംസ്കാരമില്ല, മറ്റുള്ളവരെ ഒന്നിനും കൊള്ളില്ല. ഈ അഹന്തയാണ്, അധിനിവേശമാണ് അലക്സാണ്ടർ പ്രകടിപ്പിച്ചത്.
നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുതിയ രൂപത്തിൽ ട്രംപ് പറയുന്നത് ഇറാനിലെ ജനങ്ങൾ, അവിടുത്തെ ഭരണം ജനാധിപത്യ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്. അതുകൊണ്ട് അവിടെ അധികാരമാറ്റം ആവശ്യമുണ്ട്. ഇറാൻ ഉൾപ്പെടെ ഏത് രാജ്യത്തെയും അധികാരമാറ്റം അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് അവിടുത്തെ ജനതയല്ലേ തീരുമാനിക്കേണ്ടത്. അതിന് പകരം ഞങ്ങൾ തീരുമാനിക്കും. അതുതന്നെയാണ് അലക്സാണ്ടറിലൂടെയും പുറത്തു വന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ മനുഷ്യർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു കേസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നടന്ന കേസാണ് ഞാൻ ഒരു വാചകത്തിൽ ചുരുക്കുന്നത്. 2 അയൽക്കാർ തമ്മിലായിരുന്നു കേസ്. ഒരയൽക്കാരൻ മറ്റൊരയൽക്കാരന് ഒരു കൂടെ ഉമി വിറ്റു. ഉമി വാരുമ്പോൾ അതിൽ നിന്നൊരു കട്ട സ്വർണം കിട്ടി. സ്വർണം കിട്ടിയ പാട് അയാൾ ബഹളം വെച്ചു. ആളുകളൊക്കെ ഓടിക്കൂടി. അയൽക്കാരനും വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിന്നോട് ഞാൻ വാങ്ങിയത് ഒരു കൂടെ ഉമിയാണ്, അതിൻ്റെ പണവും ഞാൻ തന്നു. വിറ്റ ആൾ പറഞ്ഞു അതോടെ ഇടപാട് തീർന്നു. വാങ്ങിയ ആൾ പറഞ്ഞു ഇടപാട് തുടങ്ങുകയാണ്. എന്താ കാരണം? നിനക്ക് ഉമിയുടെ പണമേ ഞാൻ തന്നിട്ടുള്ളൂ, അതിലുള്ള സ്വർണത്തിന് ഞാൻ പണം തന്നിട്ടില്ല. വലിയ തർക്കമായി. വിറ്റ ആൾ സ്വീകരിച്ചില്ല. അയാൾ പറഞ്ഞു, നിനക്ക് വിറ്റ ഈ ഉമിയിൽ, ഈ കുട ഉമിയിൽ കരിക്കട്ടയാണോ സ്വർണ്ണക്കട്ടയാണോ ഒന്നും എനിക്കറിയില്ല, അതിലെന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ള വില നീ തന്നു കഴിഞ്ഞു, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മറ്റാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഉമിക്കേ വില തന്നിട്ടുള്ളൂ, സ്വർണത്തിന് വില തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കും സ്വീകരിക്കാൻ പറ്റില്ല. മുറുകിയ തർക്കം. ആ തർക്കമാണ് കൊട്ടാരത്തിലെത്തിയത്. അവിടെ വെച്ച് അലക്സാണ്ടറിന് ഇതൊക്കെ കേട്ടിട്ട് തല തിരിയാണ്. കാരണം ഇത് അധിനിവേശത്തിന് മനസ്സിലാവില്ല, ഇതിൻ്റെ യുക്തി. ഇത് ഉബുണ്ടുവാണ്. അപ്പോൾ രാജാവ് ഇതൊക്കെ കേട്ടു. എന്നിട്ടൊരൊറ്റ ചോദ്യം വിറ്റ ആളോട്, നിങ്ങൾക്കൊരു മകനുണ്ടോ? ഉണ്ട്. വാങ്ങിയ ആളോട് ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്കൊരു മകളുണ്ടോ? ഉണ്ട്. രാജാവിന് ഒരു പ്രയാസം ഉണ്ടായില്ല. രാജാവ് 22,500 കൊല്ലം മുമ്പാണ് അന്നത്തെ ഒരു വിധി എഴുതി, നിങ്ങൾ 2 കൂട്ടരും സത്യസന്ധരാണ്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുടുംബബന്ധം ഉണ്ടാവണം. അങ്ങനെ കുടുംബബന്ധം ഉണ്ടാവാൻ ഈ 2 കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിവാഹം ചെയ്യാം, ഇതല്ലാതെ വേറൊരു ശിക്ഷ ഇതിന് നൽകാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് അലക്സാണ്ടർ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനെ അഭിവാദ്യം ചെയ്യല്ല വേണ്ടത്, ഇതിനെ അനുമോദിക്കല്ല വേണ്ടത്, ഇതിനെ ആശ്ലേഷിക്കല്ല വേണ്ടത്. അതിന് പകരം അലക്സാണ്ടർ ചോദിച്ചു, ഇതെന്ത് വിധിയാണ്? നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലേ? ഇങ്ങനെയാണോ ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുക? അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് അലക്സാണ്ടറോട് തിരിച്ചു ചോദിച്ചു, ഇതേപോലൊരു കേസ് നിങ്ങളുടെ രാജ്യത്താണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, വളരെ സിമ്പിൾ. കാരണം ഈ സ്വർണം 2 കൂട്ടരും അവകാശപ്പെടുന്നില്ല, അതുകൊണ്ട് അത് ട്രഷറിയിലേക്ക്, ഭണ്ഡാരത്തിലേക്ക് സർക്കാരിൻ്റെ സ്വത്താക്കിയിട്ട് പരിഗണിക്കും. 2, ഒരാവശ്യമില്ലാതെ ഈ തുരുമ്പ് പിടിച്ച സത്യത്തിൻ്റെ പേരിൽ ലഹള കൂട്ടുന്ന ഈ 2 ഭീകരരെ, ഒരു ഭീകരരാണ്, ഇവരെ അറസ്റ്റ് ചെയ്യും. 3, ഇവർക്ക് പിഴ ചുമത്തും. അത് ട്രഷറിക്ക്, ഭണ്ഡാരത്തിന് മുതൽക്കൂട്ടാവും. ഇതാണ് ഞങ്ങളുടെ രാജ്യത്ത് ചെയ്യുക അധിനിവേശം. ഇവിടെ ഉബുണ്ടു. അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോഴും മഴ പെയ്യാറുണ്ടോ? അലക്സാണ്ടർക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അയാൾ പറഞ്ഞു, ഉണ്ടല്ലോ, ഇതെന്ത് ചോദ്യം? അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അത് നിങ്ങളുടെ രാജ്യത്തിലെ മൃഗങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രകൃതി കാണിക്കുന്ന കാരുണ്യമായിരിക്കണം, അല്ലാതെ മഴ പെയ്യാനുള്ള ഒരു സ്കോപ്പും നിങ്ങളുടെ രാജ്യത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. ഞാൻ സൂചിപ്പിക്കുന്നത് അധിനിവേശം എന്നാൽ എന്താണ്? അധിനിവേശം എന്ന് പറയുന്നത് പലരും കരുതുന്നത് പോലെ യുദ്ധം, വെട്ടിപ്പിടുത്തം, കൂട്ടക്കൊല, കൊലവിളി, കടുത്ത ചൂഷണം, ഇതുമാത്രമല്ല. അധിനിവേശം എന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ
ഒരു ജനതയുടെ ജീവിതത്തെ അടപടലം അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായുള്ള ശ്രമങ്ങളാണ്. അതിനൊക്കെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞാലേ സത്യത്തിൽ കാര്യങ്ങൾ വേണ്ടത്ര വ്യക്തമാകൂ. പക്ഷേ പരിമിതമായൊരു സമയമായതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തിയിട്ട് ഇനി ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കോർപ്പറേറ്റ് വൽക്കരണം എന്നതിൽ അതേക്കുറിച്ച് ആദ്യത്തെ മുന്നറിയിപ്പ് വന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന പുസ്തകം, രണ്ടാമത്തേത് അടിമ ഉടമകൾക്കെതിരെ അവിടെ നടന്ന സമരം, ആ സമരത്തിൽ എബ്രഹാം ലിങ്കണിൻ്റെ പങ്ക്. വളരെ തമാശയായുള്ള കാര്യം, എബ്രഹാം ലിങ്കൺ എന്നത് ഇന്ന് അധിനിവേശത്തിൻ്റെ ഒരു പടക്കപ്പലായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഐറണിയാണ്. അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ച് മനോഹരമായ നിർവചനമൊക്കെ നൽകി. അദ്ദേഹം അമേരിക്കക്കാർക്കൊരു മുന്നറിയിപ്പ് നൽകി. റിപ്പബ്ലിക്കിൻ്റെ സിംഹാസനത്തിൽ കോർപ്പറേറ്റുകൾ കയറിയിരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു, അത് റിപ്പബ്ലിക്കിന് അന്ത്യം കുറിക്കും എന്നായിരുന്നു അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ്. സത്യത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചത്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്വ രാഷ്ട്രമെന്ന പരിമിതമായ അർത്ഥത്തിലല്ല, സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ആഗോള സ്രോതസ് എന്ന അർത്ഥത്തിലാണ് അത് പരിഗണിക്കേണ്ടത്. അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ഇപ്പോഴുള്ള നിർവചനം അത് ലിങ്കൻ്റെ നിർവചനത്തിൻ്റെ ഒരു പാരഡിയാണ്. ലിങ്കൺ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ജനങ്ങളുടെ ഭരണകൂടം അതൊരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ പാടില്ല. ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ദാറ്റ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദി എർത്ത്. എന്നാൽ ഇപ്പോൾ കോർപ്പറേറ്റുകൾ സിംഹാസനത്തിൽ കയറിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ കോർപ്പറേറ്റോക്രസിയുടെ നിർവചനം എന്ന് പറയുന്നത് ഡ്യൂപോണ്ടിന് വേണ്ടി ജനറൽ ഇലക്ട്രിക്സിനാലുള്ള ജനറൽ മോട്ടോഴ്സിൻ്റെ ഭരണം. ഡ്യൂപോണ്ട്, ജനറൽ ഇലക്ട്രിക്സ്, ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. അമേരിക്കയിൽ ഒരു ചൊല്ലുണ്ട്, ജനറൽ മോട്ടോഴ്സിന് ലാഭകരമാവുന്നതെന്തും യു എസിന് ലാഭകരമാണ്, യു എസിന് ലാഭകരമാകുന്നതെന്തും ജനറൽ മോട്ടോഴ്സിനും ലാഭകരമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും ലാഭകരമായുള്ള രണ്ട് വ്യവസായങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ ലാഭം ആയുധ വ്യവസായം, അത് കഴിഞ്ഞാൽ ഔഷധ വ്യവസായം. ഈ രണ്ട് വ്യവസായവുമാണ് സത്യത്തിൽ യുദ്ധം, അധിനിവേശം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബോർഡർ, അതിർത്തി എന്ന് പറയുന്നത് ആയുധങ്ങളും മരുന്നുമാണ്. ആയുധങ്ങൾക്കൊരിക്കലും സമാധാനത്തിൻ്റെ വെള്ളപ്രാവുകളെ സ്വപ്നം കാണാനാവില്ല. ആയുധങ്ങൾക്ക് കുത്തിയൊഴിക്കുന്ന ചോരയും കൊലവിളിയും അലർച്ചയും ആയിരിക്കും സ്വപ്നം കാണുക. കഴുകനൊരിക്കലും ഒരു പൂന്തോപ്പ് സ്വപ്നം കാണാനാവില്ല. അതിന് മൃതദേഹങ്ങൾ മാത്രമേ സ്വപ്നം കാണാനാവൂ. അതുകൊണ്ട് ഈ ആയുധ വ്യവസായം, ഇത് വെറും ആയുധ വ്യവസായമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. സമാധാനകാലത്ത് പോലും ഓവർ ടൈം നൽകിക്കൊണ്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവിടെയാണ് സാമ്രാജ്യത്വം എന്ന് ഇന്ന് പറയുന്നത് ആയുധ വ്യവസായത്തിലേക്ക് ഉത്ഗ്രഥിക്കപ്പെട്ട ആഗോള മൂലധനത്തിൻ്റെ മേൽക്കോയ്മയാണ്. രാഷ്ട്രീയത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ ഒക്കെയുള്ള മേൽക്കോയ്മയാണ്. ആയുധ വ്യവസായത്തിലേക്ക് ഉത്ഗ്രഥിക്കപ്പെട്ട സമ്പദ്ഘടനയാണ് സാമ്രാജ്യത്വ സമ്പദ്ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ യുദ്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ എപ്പോഴും യുദ്ധമുണ്ടാകുമെന്ന ഭയമുണ്ടാവണം. അതുമല്ലെങ്കിൽ മനുഷ്യരെ മനുഷ്യരാക്കി നിലനിർത്തുന്ന മൂല്യങ്ങളുടെ ശവപ്പറമ്പായി മനുഷ്യജീവിതത്തെ മാറ്റണം. അങ്ങനെ മാത്രമേ നേരത്തെ ഞാൻ പറഞ്ഞ ആർത്തിയുടെ, ആനന്ദവാദത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ കഴിയൂ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇത് എണ്ണയ്ക്ക്, പ്രകൃതിവാതകങ്ങൾക്ക്,
ധാതുലവണങ്ങൾക്ക് പ്രകൃതി സമ്പത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പടയോട്ടമല്ല, ഒരു അധിനിവേശമല്ല. അതതിൻ്റെ അനിവാര്യ ഭാഗമാണ്. കാരണം 1990-കളിൽ ജെയിംസ് ബേക്കർ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി, പറയുന്നുണ്ട് ഓയിൽ ഈസ് അവർ സിവിലൈസേഷൻ. എണ്ണ അതാണ് ഞങ്ങളുടെ നാഗരികത. അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ ഞങ്ങൾ ഒരു ചെകുത്താനെയും അനുവദിക്കില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ കൊളോണിയലിസം രാജ്യങ്ങൾ കീഴടക്കുകയാണ് ചെയ്തതെങ്കിൽ പുതിയ സാമ്രാജ്യത്വം പ്രകൃതിയെ മൊത്തം കീഴ്പ്പെടുത്തുകയാണ്. അതായത് പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളുടെയും ഉടമസ്ഥതാവകാശം ആ പ്രകൃതി വിഭവങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെ രാജ്യത്തിലെ ജനങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ്. പ്രകൃതിയെ മൊത്തം, പ്രകൃതി വിഭവങ്ങളെ മൊത്തം കീഴ്പ്പെടുത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്രാജ്യത്വവും സയനിസവും അതിന് പിന്തുണയായി ഇന്ത്യയിലെ ഫാസവും പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നീതി സമാധാനം എന്ന ഏറ്റവും ഗംഭീരമായ ഒറ്റ വാചകം ഞാൻ അനുബന്ധമായിട്ട് ചേർക്കുകയാണ്. ഈ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 1945 ആഗസ്റ്റ് 6, 9 ഹിരോഷിമ, നാഗസാക്കി. അവിടെ ബോംബിടേണ്ട കാര്യമില്ല. കാരണം ജപ്പാൻ ഏറെക്കുറെ തോറ്റുകഴിഞ്ഞ ഒരു രാഷ്ട്രത്തിൻ്റെ മുകളിൽ അക്കാലത്ത് ഏറ്റവും ഭീകരമായ ഒരു ആയുധം പ്രയോഗിച്ചത് എന്തിനാണ് എന്നത് വലിയ അന്വേഷണങ്ങൾ നടന്നിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇനിയൊരു യുദ്ധമുണ്ടാവരുത്, ഹിരോഷിമയിലെ സ്മാരകത്തിൽ നിങ്ങൾ സമാധാനമായി വിശ്രമിക്കൂ, ഇനിയൊരു യുദ്ധമുണ്ടാകരുത്, അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭയൊക്കെ ഉണ്ടായി. ഐക്യരാഷ്ട്രസഭ ഇന്നൊരു അധിനിവേശ സഭയായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ വലിയ അക്കാദമിക് പഠനമൊന്നും ആവശ്യമില്ല. അത്രയും നിസ്സഹായമായ ഒരു നോക്കുകൂത്തി പോലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അധിനിവേശത്തിൻ്റെ അജണ്ട ഒരു ഇറാനിൽ ആരംഭിച്ച് ഒരു ഇറാനിൽ അവസാനിക്കുന്ന ഒന്നല്ല, ഒരു ക്യൂബയിൽ തുടങ്ങി മറ്റൊരു ക്യൂബയിൽ അവസാനിക്കുന്ന ഒന്നല്ല. അതിൻ്റെ അജണ്ട ലോകരാഷ്ട്രങ്ങൾ പോലുമല്ല, പ്രകൃതി മുഴുവനുമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എവിടെ ദുരന്തമുണ്ടോ, നയോമി ക്ലൈനെ പോലുള്ള ആളുകൾ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, ഒരു ദുരന്തമുണ്ടായാൽ, വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ഒരു അധിനിവേശം ഉണ്ടായാൽ, ഒരു ഭീകരത ഉണ്ടായാൽ അതിന്നെങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ, അവിടെയാണ് ഞാൻ തുടങ്ങിയത്. അധിനിവേശത്തിൻ്റെ ആധിപത്യം ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് ലോകത്തിലെങ്ങുമുള്ള മനുഷ്യർ പങ്കുവച്ച മാനവികതയുടെ, അത്ര വികസിച്ച ഒരു മൂല്യബോധമൊന്നും അല്ലെങ്കിലും മാനവികതയുടെ, അതിനെയാണ് ആഫ്രിക്കക്കാർ അവരുടെ പ്രാദേശിക ഭാഷയിൽ ഉബുണ്ടു എന്ന് വിളിക്കുന്നത്, അതിൻ്റെ അവശിഷ്ടം പോലും ഇല്ലാത്ത ആർത്തിപ്പണ്ടാരങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയൊരു അജണ്ടയാണ്. ആ അജണ്ടക്കെതിരെയുള്ള ഏറ്റവും ഗംഭീരമായ മുദ്രാവാക്യമാണ് നീതി സമാധാനം. ആ മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാനമായി, ആഹ്ലാദമായി കരുതുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.